ഹായ് ഓൾ, ഇന്ന് നമ്മൾ തിയറീസ് ഓഫ് ഇമോഷനിലെ ഷാക്ടർ സിംഗർ തിയറി അല്ലെങ്കിൽ ടു ഫാക്ടർ തിയറിയാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. 1962 സ്റ്റാൻലി ഷാക്ടറും ജെറോം സിംഗറുമാണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ തിയറിയെ തന്നെ ടു ഫാക്ടർ തിയറി എന്നും വിളിക്കാറുണ്ട്. ബിക്കോസ് ദിസ് തിയറി സേസ് ദാറ്റ് ഇമോഷൻ ഇൻവോൾവ്സ് ടു ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ അറൗസൽ ആൻഡ് ദി അതർ വൺ ഈസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് അറൗസൽ. അഥവാ നമ്മുടെ വൈകാരിക അവസ്ഥകൾ അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ഇമോഷണൽ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളുടെ പ്രൊഡക്റ്റാണ്. ഒന്ന്, ഒരു ഇമോഷൻ പ്രൊവോക്കിംഗ് ഇവന്റ് ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അഥവാ ഫിസിയോളജിക്കൽ അറൗസൽ. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതിനെ തേടിക്കൊണ്ട് നമ്മളൊരു കൊഗ്നിറ്റീവ് ലേബൽ ഉണ്ടാക്കും. അവിടെ ഒരു തോട്ട് പ്രോസസ്സ് സംഭവിക്കുന്നുണ്ട്. ഈ ഒരു കൊഗ്നിറ്റീവ് പ്രോസസ്സും ഫിസിയോളജിക്കൽ അറൗസലുമാണ് ഇമോഷൻ ഉണ്ടാക്കുന്നത് എന്നതാണ് ഈ തിയറി ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു സ്റ്റിമുലസിനെ പെർസീവ് ചെയ്യുന്നു. ഉടനെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. ഹാർട്ട് ബീറ്റ്സ് ഇൻക്രീസ് ചെയ്യുക, നമ്മൾ വേർക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് നമ്മൾക്ക് കിട്ടുകയും അവിടെ നമ്മൾ കൊഗ്നിറ്റീവ് ലാബലിംഗ് ചെയ്യുകയും ചെയ്യും. അവിടെയാണ് നമുക്ക് ഫിയർ എന്നുള്ള ഇമോഷൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് അനുഭവപ്പെടുന്നത് എന്നതാണ് ഈ തിയറി പറയുന്നത്. ജെയിംസ് ലാങ് തിയറിയും കാനൻബാർഡ് തിയറിയും ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ഇത് കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ജെയിംസ് ലാങ് തിയറി പറയുന്നത് നമുക്ക് ഫിസിയോളജിക്കൽ അറൗസൽ മാത്രമാണ് ഇമോഷൻസ് ഉണ്ടാകാനുള്ള കാരണമെന്നാണ്. കാനൻബാർഡ് തിയറിയിലേക്ക് വരുമ്പോൾ അവിടെ ഫിസിയോളജിക്കൽ അറൗസലും ഇമോഷൻ റിയാക്ഷനും ടു ഇൻഡിപെൻഡന്റ് പ്രോസസ്സസ് ആണ്. അത് രണ്ടും ഒരേ സമയത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നു എന്നാണ് പറയുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ സജഷൻസ് ഒക്കെ പറയണേ. സീ യു സൂൺ.